മറ്റൊന്ന് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള UDFന് സ്റ്റാൻഡുണ്ട്. യുവതീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചത്. അത് തന്നെയാണ് VD സതീശൻ സർക്കാരിൻ്റെയും തീരുമാനം. അത് തന്നെയാണ് ദേവസ്വം വകുപ്പിൻ്റെയും തീരുമാനം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. ഇത് ആവശ്യപ്പെട്ട് മേടിച്ച വകുപ്പാണോ? ചില വകുപ്പുകൾ കിട്ടിയില്ലെങ്കിൽ ഈ മന്ത്രിസഭയിലേക്ക് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഊഹാപോഹങ്ങളായിരുന്നു. വൈദ്യുതി വകുപ്പ് നൽകിയെന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വിളിച്ച് ഇന്ന 2 വകുപ്പുകളായിരിക്കും എന്ന് സൂചന തന്നിരുന്നു. അതിൽ ആരോഗ്യ വകുപ്പും ദേവസ്വം വകുപ്പുമാണ് സൂചിപ്പിച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റ് ചില വകുപ്പുകളുടെ ക്രമീകരണത്തിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ചില ഉപവകുപ്പുകൾ വരാം എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അതുണ്ടായിട്ടില്ല. പറഞ്ഞ വകുപ്പുകൾ തന്നെ അത് നൽകി. അതായത് ഒരു പുനഃപരിശോധനയും KMന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരു പുനഃപരിശോധന ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ചീഫ് മിനിസ്റ്റർ വിശ്വാസമെടുത്തുകൊണ്ട് തന്നെയാണ് എന്നെ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഈ 2 വകുപ്പുകളുടെയും കാര്യത്തിൽ ഇപ്പോൾ 100 ദിവസത്തെ കർമ്മ പദ്ധതി വെച്ചിട്ടുണ്ട് സർക്കാർ മൊത്തത്തിൽ തന്നെ. മിനിസ്റ്റർക്ക് ഈ 2 വകുപ്പുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പദ്ധതി? അല്ല, അത് ചില പ്രപ്പോസലുകൾ തന്നിട്ടുണ്ട്. ക്യാബിനറ്റിൽ ചില പ്രപ്പോസലുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ആരോഗ്യ വകുപ്പ് സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ 100 ദിവസം കൊണ്ട് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തുന്നുണ്ട്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ അക്കാര്യത്തിൽ ഞങ്ങളുടെ പ്രപ്പോസൽ ഗവൺമെന്റിന് സമർപ്പിക്കും. ഈ പൊതുജനാരോഗ്യ രംഗം മെച്ചപ്പെടുത്തുക, ഏതൊരു സാധാരണക്കാരനും ആക്സസിബിളായി തുടരുക എന്നത് തന്നെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ ആശുപത്രികൾ. അത് തീർച്ചയായിട്ടും ആ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ വന്നാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നതാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. ആരോഗ്യ മേഖലയിലെ മെച്ചമൊക്കെ ഞങ്ങളുടേതാണ് എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു താരതമ്യം വരുന്നത് KK ശൈലജ ടീച്ചർ എന്ന ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു താരതമ്യത്തിന് കൂടി സാധ്യതയുണ്ട്. തീർച്ചയായും ഞങ്ങൾ എല്ലാ മുൻകാല ഗവൺമെന്റുകളുടെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മുൻകാല ഗവൺമെന്റുകളുടെ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി സമയം കളയില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് ഞങ്ങൾ നോക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സത്യപ്രതിജ്ഞയുടെ ഒക്കെ വിശേഷങ്ങളിലേക്ക് കൂടി വന്നാൽ ഏറ്റവും ആവേശത്തോടു കൂടി സത്യപ്രതിജ്ഞ ചെയ്ത മിനിസ്റ്ററാണ് KMന്റെ വാക്കുകൾ, ആ സ്പിരിറ്റൊക്കെ അത് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും ആ സ്പിരിറ്റോട് കൂടി സത്യപ്രതിജ്ഞ? എൻ്റെ പിതാവ് 71 അദ്ദേഹം അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം അന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് 77, അതുപോലെ തന്നെ 81, 82, 91 4 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും സത്യപ്രതിജ്ഞ ഇംഗ്ലീഷിലായിരുന്നു. പിന്നെ കേന്ദ്രമന്ത്രിയായപ്പോൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനും ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ. വന്ദേ മാതരം ആലപിച്ചത് വലിയ വിവാദമായി, പൂർണ്ണമായും ആലപിച്ചത് വലിയ വിവാദമായി തുടരുന്നു. അതിലെന്താണ് മിനിസ്റ്ററുടെ? അല്ല, അതിൽ ഞങ്ങൾ അക്കാര്യത്തിൽ രാജ്ഭവൻ അക്കാര്യത്തിൽ വളരെ സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ രാജ്ഭവനുമായിട്ട് ഏറ്റുമുട്ടിയാൽ ഒരു മന്ത്രിസഭാ രൂപീകരണം തന്നെ നീണ്ടുപോകുന്നൊരവസ്ഥയുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് 937 കോൺഗ്രസ് അംഗീകരിച്ച വന്ദേ മാതരം ആണ് ഞങ്ങൾ ആലപിക്കുക ഞങ്ങളുടെ സർക്കാർ പരിപാടിയിൽ. ഇത് രാജ്ഭവൻ്റെ കൂടെ നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പൂർണ്ണമായി എന്നൊരു പറയുന്ന കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു വന്ദേ മാതരം ആലപിക്കാനുള്ള തീരുമാനം അതുകൊണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റുമുട്ടൽ ഒഴിവാക്കിയതാണ്. പക്ഷെ അതേ സമയത്ത് ജാഗ്രത കുറവുണ്ടായോ? ജാഗ്രത കുറവുണ്ടായിട്ടില്ല. കാരണം അത് തന്നെയാണ് തമിഴ്നാട്ടിലുണ്ടായത്. കേന്ദ്ര നയങ്ങളെ എതിർക്കുന്ന ശ്രീ വിജയ് ഉൾപ്പെടെ, വിജയ് സർക്കാരിൻ്റെതിലും അവിടെ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു, തമിഴ് ഗാനം ഉണ്ടായിരുന്നു. അതും പിന്നീടാണ് ആലപിച്ചത്. അതിൽ ഗവർണർ രണ്ടുപേരും ഒരാളാണ്. ഇവിടുത്തെ ഗവർണർക്ക് അഡീഷണൽ ചാർജാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ്. ഞങ്ങളത് ഏറ്റുമുട്ടാൻ പോയില്ല. പക്ഷേ തുടർന്നുള്ള കാര്യത്തിൽ ഇനി ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനുകളിൽ, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഫംഗ്ഷനുകളിലൊക്കെ വന്ദേ മാതരം ആലപിക്കുമ്പോൾ അത് പഴയ, അതായത് കോൺഗ്രസ് അംഗീകരിച്ച വന്ദേ മാതരം മാത്രമേ ഞങ്ങൾ ആലപിക്കുള്ളൂ. അതിപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനെ തന്നെ കുറിച്ച് പറഞ്ഞാൽ, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് CM പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. അവിടെ ജാതി പേര് കാണിച്ചു. അതെന്തിനാണ് വിവാദത്തിന്റെ ആവശ്യം? കോൺഗ്രസിൽ നിന്നുള്ള ശരിയല്ല. അതൊന്നും, അതൊക്കെ വെറുതെ ചീപ്പ് പോപ്പുലാരിറ്റി നടത്തരുത്.
അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അതല്ലേ പറയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അങ്ങനെയാണ്, അത് ജാതിയാണോ? അദ്ദേഹത്തിൻ്റെ സമുദായം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഇത്ര അസ്വസ്ഥത ആവേണ്ട ആവശ്യം എന്താ? വി.ഡി. സതീശൻ എന്ന് പറയണോ അതോ ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. ഇപ്പം ഞാൻ വേണമെങ്കിൽ എനിക്ക് പറയുന്നു കരുണാകരൻ മുരളീധരൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ്റെ പേര് ദുരുപയോഗപ്പെടുത്തിയെന്ന് വരെ പറയും ഈ കൂട്ടർ. ഇതൊക്കെ ശരിയായിട്ടുള്ള നടപടിയല്ല. അതൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിട്ട് മൗലികാവകാശം. പക്ഷെ കോൺഗ്രസിൽ നിന്ന് തന്നെയാണല്ലോ അത്തരം വിമർശനങ്ങൾ. ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല. വി.ഡി. സതീശനെതിരായ ഒരു നീക്കമാണോ? അതൊന്നും വിലപ്പോവില്ല. കാരണം ജനങ്ങൾ അംഗീകരിച്ച, ഹൈക്കമാൻഡ് അംഗീകരിച്ച ഒരു മുഖ്യമന്ത്രിയെ ഇതിൻ്റെ പേരിൽ കല്ലെറിയാൻ നോക്കിയാൽ ഒരു പിന്തുണയും സമൂഹത്തിന് ഒരു ഭാഗത്തുനിന്നും കിട്ടില്ല. പറയുന്നൊരു വഷളാവുന്നു മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.